ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് എന്നും ഉത്സവമാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ അടിച്ച് പൊളിച്ചു തുടങ്ങും. അങ്ങനെ അടിച്ച് നടക്കണ കാലത്താണ് ഒരു പണി കിട്ടിയത്. പണി എന്ന് പറഞ്ഞാൽ ഒരു ജാതി പണി ഇഷ്ടം. സ്പീഡിൽ പോകാനുള്ള സാധനം എൻ്റെ കയ്യിലുണ്ടാ. ഇതാണ്ടാ പോളേട്ടൻ, നമ്മുടെ സ്വന്തം കടിയാ. തലച്ചോറില്ലെങ്കിലും ആൾക്ക് നല്ല സ്നേഹട്ടാ. ചിലക്കാണ്ട് വണ്ടി എടുക്കടാ. ഇത് ഡാഡു, എന്റെ വാല്. നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഇവന്റെ എപ്പോഴും പൈസ ഉണ്ടാവും. ഇതിലിപ്പോ നടന്നു വരും. ഇതാട്ടാ ഞാൻ, ചാർലി. ഇതെന്തൊരു വേദന വേദനിച്ചിട്ട് പോയടാ. ഞാനിപ്പോ ചാവുന്ന തോന്നേ. നീ അളിയനെ വിളിയടാ. വേഗം പോട്ടറാ, സഹിക്കാൻ പറ്റുന്നില്ല. വിളിക്കണ്ട. ഹലോ അളിയ, ഞാൻ ഡാഡുവാണ്. ഒന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരൂ. ചാർലിക്ക് സുഖമില്ല, നല്ല വേദനയുണ്ട്, വൈറലാണ്. ഇന്നലെ ഓവറായിട്ട് എന്തെങ്കിലും കഴിച്ചാ? ഇല്ല അളിയ, ഞങ്ങൾ നിർത്തി. പിന്നെന്താ നിങ്ങൾ കഴിച്ചേ? പോർക്കോ ബീഫോ അതെന്തെങ്കിലും കഴിച്ചോ? ഇല്ല അളിയ, ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ചാ കഴിച്ചേ. ഫുഡ് ഇൻഫെക്ഷൻ ആണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വരില്ലേ? എവിടെയാ വേദനിക്കുന്നത്? ഇവിടെയാണോ? ഇവിടെ വേദന തുടങ്ങി? ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ്. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഒന്ന് ബ്രീത്ത് ചെയ്യൂ, നന്നായിട്ട് ബ്രീത്ത് ചെയ്യൂ. വേദനിച്ചിട്ട് എന്തെങ്കിലും പെയിൻ കില്ലർ തരുമോ? ഓക്കെ ഓക്കെ, ആദ്യം ഞാൻ ഒന്ന് സ്കാൻ ചെയ്യട്ടെ, അതിന് ശേഷം ഞാൻ പറയാം. ഓക്കെ ഡോക്ടർ, ഇതുവരെ പിടിച്ചതിന്റെ വേദന എനിക്കറിയാം. ഓക്കെ ഓക്കെ, കൂൾ ചാർലി. അറ്റൻഡർ, ഇത്ര നല്ല ഡോക്ടർ സ്കാനിങ്ങിന് ഇവിടെ എന്ന് പറയുമ്പോ ഡീഷോയെ പണി പാളിയാ. എല്ലാവരും ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ. സഹായിക്കും കേട്ടോ. ഇതേ നിക്കണ കണ്ട, ടൂറിന് വന്ന പോലെ നിൽക്കുന്ന ഇവരാണ് നമ്മുടെ ചാച്ചന്റെ മക്കള്. ഷർട്ടിന്റെ ബട്ടൺ അയച്ചോളൂ കേട്ടോ. മുഴുവൻ അടിക്കണ. ഇപ്പൊ തോന്നണു സ്കാനിങ്ങിന് വന്നത് നന്നായിന്ന്. മുഴുവനല്ല, 2 മാത്രം അഴിച്ചാൽ മതി. ഇവളെ കണ്ടുമുട്ടാനായിട്ടാണ് ഈശോയെ എനിക്ക് നീ ഈ വേദന തന്നേ. ഞാൻ നോക്കിയിട്ട് സ്കാനിങ്ങിൽ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല. സീനിയർ ഡോക്ടറായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? പേടിക്കാനൊന്നുമില്ല, പുറത്ത് വെയിറ്റ് ചെയ്താൽ മതി. ഈശോയെ, സ്കാനിങ് കണ്ടുപിടിക്കാൻ പറ്റാത്താണെങ്കിൽ അത് കാര്യമായിട്ട് എന്തോ ആണല്ലോ. ജീവിതത്തിൽ ചെയ്തു തീർക്കാനായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. എന്നെ പരീക്ഷിക്കാണ് ഈശോയെ. അടുത്ത ആളും ചാർലിയുടെ ആരെങ്കിലും ഉണ്ടോ? അളിയ, ഡോക്ടർ ഒന്ന് കാണണം കേട്ടോ. എന്തെങ്കിലും? കുഴപ്പമില്ല. ഞാൻ ചാർലിയുടെ അളിയനാണ്. ഓക്കെ, വരൂ, ഇരിക്കൂ. താങ്ക് യു. ചാർലിയുടെ കേസിൽ ഇവിടെ എനിക്ക് നോർമൽ സ്കാനിങ്ങിൽ പ്രശ്നം എന്താണെന്ന് ക്ലാരിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല.
ദാറ്റ്സ് എ പ്രോബ്ലം. അതുകൊണ്ട് എനിക്ക് ഫർദറായിട്ടൊരു CT സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടുത്തെ CT സ്കാൻ മെഷീൻ കേടാന്ന് തോന്നുന്നു. ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കട്ടെ. ദിലീപ്, സർ, ഇവിടുത്തെ CT സ്കാൻ മെഷീൻ ശരിയായിട്ടുണ്ടോ? CT സ്കാൻ മെഷീൻ ശരിയായിട്ടില്ല സർ, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, കുഴപ്പമില്ല. ആൽഫ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ അടുത്ത്. അവിടേക്ക് ഞാനൊന്ന് റെഫർ ചെയ്ത് തരാം. നിങ്ങൾ അവിടെ ഒന്ന് പോയി നോക്കൂ. ഞാൻ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു തരാം. ഓക്കെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഡോക്ടർ? ഹേയ് ഇല്ല, പേടിക്കാനൊന്നുമില്ല, ശരിയാക്കാം. ഓക്കെ, നമുക്ക് ആൽഫയിലേക്ക് ഒന്ന് കൊണ്ടുപോകേണ്ടി വരും. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അളിയാ? വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ CT സ്കാൻ കംപ്ലൈൻ്റ് ആയിരിക്കേ, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല, പ്രോബ്ലം ഒന്നുമില്ല. ആൽഫ ക്യാൻസർ സെന്റർ. ഇത്ര ചെറുപ്പത്തിലെ ക്യാൻസറോ? ചേച്ചി കളയും നോക്കിക്കോളും. പക്ഷേ പപ്പയും മമ്മിയും മലയാറ്റൊരു മുത്തപ്പ പരീക്ഷിക്കല്ലേ. CT സ്കാൻ മെഷീൻ ശരിയുണ്ട് കേട്ടോ. ചാർലീനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ചാച്ചന് ക്യാൻസർ വന്നപ്പോ CT സ്കാൻ ചെയ്തിട്ടുണ്ടാവോ? റോഷൻ, നിന്റെ അമ്മച്ചിനെ വിളിച്ചേ. പറയണത് കേട്ടാ മതി. എന്റെ അമ്മച്ചി നേഴ്സല്ലേ, പോസിറ്റീവ് ആട്ടെ. ഹലോ 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 ആൻറ്റി, ഈ CT സ്കാൻ ചെയ്യുന്നത് ക്യാൻസർ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ? ചാച്ചന് ക്യാൻസർ വന്നപ്പോ CT സ്കാൻ ചെയ്തിരുന്നോ? നീ പേടിക്കണ്ട, ഈ ആന്റി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിനക്കൊന്നും വരില്ല, അതിന് ആന്റി സമ്മതിക്കില്ല. പോസിറ്റീവ് ആഗ്രഹിച്ചിട്ട് ഇപ്പൊ ആകെ നെഗറ്റീവായില്ല. അളിയ, നീ പേടിക്കൊന്നും വേണ്ട. CT സ്കാൻ അല്ലേ, പ്രശ്നമൊന്നുമില്ല. നമ്മൾ വിളില്ലേ, പ്രശ്നമൊന്നുമില്ല. കേട്ടോ ബ്രോ, വേണ്ട, ജസ്റ്റ് ഫ്രീ ആവാൻ. വേണ്ട, അലേണ്ട സീനോ. എന്താണ് എന്താടാ എനിക്ക് ഇത് കുറച്ചേ ഉള്ളല്ലോ. റിച്ച് ആവുന്നതിന്റെ കാശുണ്ടാവോ? എന്റെ കാശില്ല, ഉള്ളതെങ്കിൽ ഉള്ളത് അതെടുക്ക്. ഹെവി ഉണ്ടാ? ഹെവി ഇല്ല. എന്നാ ഇതെങ്കി ഇത് ഏയ് മൊത്തം കുടിക്കല്ലേ. കുറച്ചുകൂടെ സാധനം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഹെവി ഇല്ല അല്ലേ? ഇല്ലാന്ന് പറഞ്ഞില്ലടാ, ഒരു സിഗ് ഉണ്ട്. എടുക്ക്. എന്റെ കക്കൂസ് പോകാൻ നേരത്തെ എടുത്തു വെച്ചത് നന്നായി. നാ. പോളെ, നീണ്ട ആടും രക്ഷപ്പെട്ടല്ലേ. എന്റെ ലൈഫ് എല്ലാം പോയി. ഇനി എന്താടാ, കഴിഞ്ഞില്ല എല്ലാം. ഭാഗ്യം. ഇതെന്ത് സാധനം? സാധനം കിട്ടിയടാ, ഇന്നലെ അളിയൻ്റേത് പൊക്കിയതാ. ഒന്നുമില്ലടാ, കുഴപ്പമില്ല, പേടിക്കണ്ട. ഒന്നും ഉണ്ടാവില്ല. അളിയ,
വെള്ളമില്ലളിയാ. വെള്ളം കൊണ്ട് അടിച്ചോ. നെല്ലിക്കണ്ട് കൂമ്പ് പാടില്ല. അടിച്ചോ. നീ കഴിച്ചോ. കഴിച്ചോ. അളിയ, എനിക്കൊരു കാര്യം പറയാണ്ട്. അളിയ, ഇനിയെങ്കിലും വെള്ളം ഒഴിച്ചടിക്കണം. കുടുംബം പട്ടിണിയാക്കരുത്. റോഷൻ, റോഷൻ, വാ വാ വാ. കേറ്. നിങ്ങളുണ്ടെങ്കിൽ ഏത് സാഹചര്യം തരണം ഞാൻ പറഞ്ഞിട്ട് ഇല്ലടാ, ഞാൻ ഒറ്റയ്ക്കായില്ലടാ. ജീവിതമാകുന്ന സൈക്കിളിൽ ഞാൻ യാത്ര ചെയ്യുകയാണ്. എൻ്റെ മുന്നിൽ 2 വഴികൾ, ഒന്ന് നന്മയുടെയും മറ്റൊന്ന് തിന്മയുടെയും. ഒടുവിൽ ഞാൻ തിരഞ്ഞെടുത്തതോ ലക്ഷ്യബോധമില്ലാത്ത എൻ്റെ യാത്ര തുടരുന്നു. എൻ്റെ ജീവിതയാത്രയിൽ ഓരോ പാദം വെക്കുമ്പോഴും മദ്യത്തെ ഞാൻ ഒപ്പം കൂട്ടി. വീര്യത്തിന് ഇമ്പമേകാൻ സിഗരറ്റിനെയും ഒപ്പം കൂട്ടി. വലി തുടങ്ങിയപ്പോൾ പിന്നെ ഒടുക്കത്തെ വലി. ലൈഫ് സിഗരറ്റ് പോലെ എരിഞ്ഞു തുടങ്ങി. മദ്യത്തെ പോലല്ല, വലിക്കാൻ പെട്ടെന്ന് കൂട്ടുകാരെ കിട്ടും. ഒരുപാട് കൂട്ടുകാർ. പിന്നെ അവരുമായിട്ട് ഒരുമിച്ച് വലിച്ചു. വലിയോട് വലി. ടെൻഷൻ വന്നാ വലി, കക്കൂസി പോകാൻ വലി, ഭക്ഷണം കഴിച്ചാ വലി. രാത്രി ശ്വാസം വലിക്കാൻ പറ്റാത്ത വിധം മുഴുകി. മദ്യക്കുപ്പികൾ ഓരോന്നായി പൊട്ടി. ജീവിതം ഒലിച്ചു പോകുന്ന പോലെയാണ്. മദ്യത്തെ കൂടെ കൂട്ടിയ ഒപ്പം കീശയിലെ കാശ് ഒലിച്ചു പോകും. ജീവിതം വഴിമുട്ടി തുടങ്ങുമ്പോഴും മദ്യത്തെ ഞാൻ വിട്ടില്ല. ഒടുവിൽ ഞാൻ മദ്യ രാജാവായി. Charlie, Charlie, wake up. Wake up, Charlie. You're fine, Charlie. You're fine, Charlie. You're perfectly fine. Charlie, നിന്റെ രോഗമെന്ന് പറയുന്നത് അപ്പൻഡിക്സ് ആണ്. ഒരു ചെറിയ സർജിക്കൽ പ്രൊസീജിയറിലൂടെയോ മരുന്നിലൂടെയോ മാറ്റാവുന്ന ഒരു നിസ്സാര രോഗം. അത് ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് കാലതാമസമെടുത്തു. അതിന് കഴിഞ്ഞ 3 മണിക്കൂർ ചാർലിയുടെ പിന്നിട്ട വഴികൾ. ഇറ്റ്സ് ഹോറിബിൾ, ചാർലി. ചാർലിയുടെ തിങ്കിങ് പാറ്റേൺ, യുവർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പൻഡിക്സിന് നമുക്കും വരുന്നുണ്ട്. പക്ഷേ ഈ തിങ്കിങ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്തും വരുന്ന ചാർലി ഞാൻ നിനക്ക് തരാം. അത് തരാൻ ദാ ഇവരുണ്ട്. ഓക്കെ? സോറി ഫാദർ, എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ ദൈവം കാണിക്കുന്ന വഴിയിലൂടെ പോയി എൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കും. എൻ്റെ സ്വപ്നങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമാവുന്ന രീതിയിൽ ഞാനൊരു പുതിയ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു ഫാദർ. I will chase my dreams, father. അങ്ങനെ ആവട്ടെ. അല്ല, അങ്ങനെ ആവണം. Just throw your negative attitudes, man. Be positive. Be positive always. Wish you all the best. Go and chase your dreams. God bless you, my son. Best wishes. Thank you, father.
ഞാൻ എൻ്റെ തെറ്റിൻ്റെ അറ്റങ്ങൾ കണ്ടെത്തി. എൻ്റെ എല്ലാ ദുശീലങ്ങളും ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നു. തുടരുന്നവർ തുടരട്ടെ. എൻ്റെ സ്വപ്നയാത്ര തുടരുകയാണ്. സമയക്കുറവും പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും തലയിൽ വെച്ചുണ്ട്. യാത്രയ്ക്കായി പുതിയ രീതികൾ ഞാൻ കണ്ടെടുത്തു. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ളതാണ്.